അപ്പോൾ നമ്മൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലമാണ് പറഞ്ഞു. താപഫലവുമായി ബന്ധപ്പെട്ട 2 ഉപകരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്. ഇസ്തിരിപ്പെട്ടിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ എങ്ങനെ ചൂടാവുന്നു, ഹീറ്റ് ഉണ്ടാകുന്നത് എങ്ങനെ, താപം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ? ഞാൻ കാണിച്ചല്ലോ, ഇതാണ് ഇതിൻ്റെ ചട്ടക്കൂട്. അയൺ ഫ്രെയിം, മെറ്റാലിക് ഫ്രെയിം, ലോഹ ചട്ടക്കൂട് എന്നാണ് പറയാം മലയാളത്തിൽ. ഈ ലോഹ ചട്ടക്കൂടാണ് ചൂടാവുന്നത്. എങ്ങനെ ഇത് ചൂടാവും? നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക. ഇതാ ഇസ്തിരിപ്പെട്ടിൻ്റെ ലോഹ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കോപ്പർ ഒരു നിക്രോം കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു കോയിലാണത്. നിക്രോം കോയിൽ, നിക്രോമാണ്. എന്താ നിക്രോം? എല്ലാവർക്കും അറിയാം. നിക്രോം എന്ന് പറഞ്ഞാൽ നിക്കൽ, ക്രോമിയം, അയൺ. നിക്കലും ക്രോമിയവും അയണും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ലോഹ സങ്കരമാണ്. ഇറ്റ് ഈസ് എൻ അലോയ്, ഒരു അലോയ് ആണ് നിക്രോം. എന്താ നിക്രോമിൻ്റെ പ്രത്യേകത? നിക്രോമിൻ്റെ പ്രത്യേകത അതിന് പ്രതിരോധം വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് വളരെ ഹൈ. ഇറ്റ് ഈസ് വെരി ഹൈ റെസിസ്റ്റൻസ്. ഉയർന്ന പ്രതിരോധമുള്ള ഒരു വസ്തുവാണ്, ഒരു കോയിലാണ് നിക്രോം കോയിൽ. കോയിൽ രൂപത്തിലാണ് ഇസ്തിരിപ്പെട്ടിനുള്ളിൽ ഘടിപ്പിച്ചത്. പ്രതിരോധം കൂടിയാൽ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാലോ. വൈദ്യുതി കടന്നു പോകുമ്പോൾ ചൂടാവും, ഹീറ്റാവും. വെൻ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദി നിക്രോം കോയിൽ ഇറ്റ് വിൽ ഗെറ്റ് ഹീറ്റഡ്. വളരെ ഉയർന്ന താപനിലയിലേക്ക് അത് ചൂടാവും. ഈ നിക്രോമിന് പ്രത്യേകത ഉണ്ട്. അത് ചൂടായി 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 ചുട്ട് പഴുത്താലും അത് ഉരുകി പൊട്ടൂല. കാരണം അതിന് ഉയർന്ന ദ്രവണാങ്കമുണ്ട്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഉയർന്ന പ്രതിരോധമുണ്ട്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്. മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് വെരി ഹൈ, റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ അത് ഉരുകി പൊട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉരുകി പൊട്ടൊന്നുമില്ല. അത് ചൂടായി ചൂടായി വളരെ ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, ഉയർന്ന താപം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നിക്രോം കമ്പിക്കുണ്ട്. അതിൻ്റെ ഉയർന്ന പ്രതിരോധമാണ് അതിന് കാരണം. ഉയർന്ന റെസിസ്റ്റൻസ് അതിനുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന റെസിസ്റ്റിവിറ്റി അതിനുണ്ട്. റെസിസ്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ചുട്ടുപഴുത്ത്, ഉരുകാതെ അത് ചുട്ടുപഴുത്ത് എത്ര സമയം വേണമെങ്കിലും നിൽക്കും. അത് കത്തിപ്പോവുകയോ ഉരുകിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. റെസിസ്റ്റിവിറ്റിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല. റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ, നിർവചനം ഉണ്ട്. നമുക്ക് ബൾബുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ ഉയർന്ന പ്രതിരോധവും ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഉയർന്ന ദ്രവണാങ്കവുമുള്ള ഒരു വസ്തുവാണ്, ഒരു കോയിലാണ് നിക്രോം കോയിൽ. അപ്പോൾ ഇതിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് നല്ല ചൂടായി ആ ചുട്ടുപഴുത്തിട്ട് ഈ ലോഹ ചട്ടക്കൂട് ചൂടായിട്ടാണ് നമ്മൾ ഇസ്തിരി ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്ന പ്രവർത്തനം എന്താ? ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെൻ്റ് ഏതാണെന്ന് ചോദിക്കും. വിച്ച് ഈസ് ദ ഹീറ്റിംഗ് എലമെൻ്റ് യൂസ്ഡ് ഇൻ അയൺ ബോക്സ്? ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റിംഗ് എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിക്രോം കമ്പി, നിക്രോം വയർ എന്ന് പറയണം. എന്താ നിക്രോമിൻ്റെ പ്രത്യേകത? ഉയർന്ന റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, ഉയർന്ന പ്രതിരോധം, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, ഉയർന്ന ദ്രവണാങ്കം, പെട്ടെന്ന് ഉരുകൂല. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഇതാണ് ഈ നിക്രോം വയറിൻ്റെ പ്രത്യേകത. ഇതാണ് ഈ ഇസ്തിരിപ്പെട്ടി. അപ്പോൾ ഇസ്തിരിപ്പെട്ടി താപവുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലവും ഇസ്തിരിപ്പെട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി താപവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാലോ. സെറാമിക് കൊണ്ടുണ്ടാക്കിയ, സെറാമിക് എന്ന് പറഞ്ഞാൽ ഒരു കളിമണ്ണാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂസ് വയർ കൊടുക്കാനുള്ളൊരു കട്ടി ഉണ്ടായിരിക്കും. സെറാമിക്, ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കലാന്ന് നമുക്കറിയാം. പക്ഷേ ഈ സെറാമിക് കൊണ്ടുണ്ടാക്കിയ കട്ടയുടെ
ഒരു സൈഡിലാണ് നമ്മൾ എന്ത് വെക്കുക, ഉള്ളിലാണ് ഫ്യൂസ് വയർ ഘടിപ്പിക്കുക. അപ്പോൾ സുരക്ഷാ ഫ്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്യൂസ് വയറാണ്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഫ്യൂസ് വയർ സുരക്ഷാ ഫ്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്ന വയർ ഫ്യൂസ് വയർ ഏതാണെന്ന് ചോദിച്ചാൽ മിക്ക കുട്ടികളും പറയും കോപ്പറാണ്, ചെമ്പമ്പി എന്ന് പറയുന്ന കുട്ടികളുണ്ട്. മക്കളെ, നമ്മൾ വീട്ടിലൊക്കെ ഫ്യൂസ് പോയാൽ, ഫ്യൂസ് വയർ ഉരുകി പൊട്ടിക്കഴിഞ്ഞാൽ പകരം ഫ്യൂസ് കിട്ടും. എന്തുപയോഗിച്ചിട്ട്? ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട്. പക്ഷെ അത് വളരെ അപകടമാണ്. അതെങ്ങനെ അപകടമാവുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഫ്യൂസ് വയർ തന്നെ വാങ്ങണം. എന്താ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത? ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത ടിന്ന് ലഡ്. ഇത് പഠിക്കണേ. ടിന്ന് ലഡ്. ടിന്ന് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈയം എന്ന് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഈയം എന്ന് പറയും. 2 തരം ഈയമുണ്ട്. കറുത്ത ഈയമുണ്ട്, വെളുത്ത ഈയമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കറുത്ത ഈയം, വെളുത്ത ഈയം. അതാണ് ഈ ടിന്നും ലഡും. കറുത്ത ഈയവും വെളുത്ത ഈയവുമാണ് ടിന്നും ലഡ്. രണ്ടും ഒരേ സ്വഭാവമുള്ള എലമെൻ്റാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇവയ്ക്ക് ദ്രവണാങ്കം വളരെ കുറവാണ്. മെൽറ്റിംഗ് പോയിൻ്റ് ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്. ചൂടായാൽ അത് ഉരുകും. രണ്ടും മെറ്റലാണ്, രണ്ടും ലോഹമാണ്. ചൂടാക്കിയാൽ വേഗം ഉരുകുന്ന ലോഹങ്ങളാണ് ടിന്നും ലഡും. ടിന്നും ഉരുകും, ലഡും ഉരുകും. അപ്പോൾ ഈ ടിന്നും ലഡും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു അലോയിയാണ്, ഒരു ലോഹ സങ്കരമാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സുരക്ഷാ ഫ്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ടിന്നും ലഡുമാണ്. ടിന്നും ലഡും ചേർത്തുണ്ടാക്കിയ ഒരു ലോഹ സങ്കരമാണ്. ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലഡ്. ഫ്യൂസ് വയർ ഈസ് എൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലഡ്. ഫ്യൂസ് വയർ ഈസ് എൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലഡ്. ടിന്നും ലഡും ചേർത്തുണ്ടാക്കിയ ഒരു ലോഹ സങ്കരമാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ദ്രവണാങ്കം കുറവാണ്, ലോ മെൽറ്റിംഗ് പോയിൻ്റ്, പിന്നെ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. വൈദ്യുതി കടത്തിവിടും. എത്ര? ഒരു പരിമിതമായ അളവിൽ വൈദ്യുതി കടത്തിവിടും. അതിനേക്കാൾ കൂടുതൽ കറണ്ട് കടന്നു പോയാൽ അത് ഹീറ്റാവും. ഹീറ്റായാൽ അത് ഉരുകി പൊട്ടും. അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ, ഫ്യൂസ് കെട്ടാൻ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ എങ്ങനെയുള്ള ഫ്യൂസ് വയർ ആയിരിക്കണം? നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ള മുഴുവൻ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കറണ്ട് കടത്തിവിടാൻ കഴിയുന്ന ഒരു ഫ്യൂസ് വയർ ആയിരിക്കണം നമ്മൾ മെയിൻ സ്വിച്ചിൽ മെയിൻ ഫ്യൂസ് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ സ്വിച്ചിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മെയിൻ ഫ്യൂസ് കെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മെയിൻ ഫ്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വയറിന് എത്ര കറണ്ട് താങ്ങാൻ കഴിയണം? നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ എത്ര കറണ്ട് വേണോ അത്രയും കറണ്ട് താങ്ങാനുള്ള കഴിവ് അതിന് വേണം. അതിനേക്കാൾ കൂടുതൽ കറണ്ടായി കൂടെ പോയാൽ അത് ചൂടാവുകയും അത് ഉരുകി പൊട്ടുകയും ചെയ്യും. ഇറ്റ് വിൽ ബ്രേക്ക്, ഇറ്റ് വിൽ മെൽറ്റ് വെൻ ഹൈ കറണ്ട് ഈസ് പാസിങ് ത്രൂ ഇറ്റ്. അതിന് അനുവദിക്കപ്പെട്ട നിശ്ചിത അളവ് കറണ്ട് ഉണ്ട്, അതേ അതിൽ കൂടെ പോകാൻ പറ്റൂ. അതിനേക്കാൾ കൂടുതൽ കറണ്ട് പോയാൽ അത് ഹീറ്റായി ചൂടായി ഉരുകി അത് പൊട്ടും. അങ്ങനെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടും, കറണ്ട് കട്ടാവും. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കറണ്ട് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അപകടം ഒഴിവായി എന്ന് അർത്ഥം. വീട്ടിൻ്റെ ഉള്ളിൽ ഹൈ കറണ്ട് വരുന്നത് തടയാനാണ് ഫ്യൂസ് വയർ ഉരുകി പൊട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രവർത്തനം എഴുതുക. സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ എഴുതേണ്ടത് സുരക്ഷാ ഫ്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഘടകമാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും ലഡും ചേർത്തുണ്ടാക്കിയ ലോഹ സങ്കരം കൊണ്ടാണ്. ഇതിന് മെൽറ്റിംഗ് പോയിൻ്റ് ദ്രവണാങ്കം വളരെ കുറവാണ്. അതിലൂടെ
അനുവദിക്കപ്പെട്ട അതിലൂടെ അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ കറണ്ട് പ്രവഹിച്ചാൽ, അമിതമായ വൈദ്യുതി പ്രവഹിച്ചാൽ അത് ചൂടാവുകയും അതിന് ദ്രവണാങ്കം കുറവായതുകൊണ്ട് അത് ഉരുകി കമ്പി പൊട്ടുകയും ചെയ്യും. ഫ്യൂസ് വയർ ഉരുകി പൊട്ടും. അങ്ങനെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും തുടർന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്ന അപകടം ഒഴിവാകുകയും ചെയ്യുന്നു. ഇതാണ് സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രവർത്തനം. സേഫ്റ്റി ഫ്യൂസ്, വർക്കിംഗ് ഓഫ് സേഫ്റ്റി ഫ്യൂസ്. The important part of safety fuse is fuse wire. When high current is passing through it, fuse wire will get heated and it will break down the fuse wire. It will cause to cut the current through the circuit. അങ്ങനെ കറണ്ട് കട്ടാക്കാൻ, ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടം ഒഴിവാക്കാൻ ഈ ഫ്യൂസ് വയർ കൊണ്ട് സാധിക്കുന്നു. അതാണ് സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രവർത്തനം. ഇനി ഞാൻ നിങ്ങളോടായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു കല്യാണം നടക്കുകയാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസം എന്തായിരിക്കും വീട്ടിൽ സ്ഥിതി? വീട്ടിൽ നിറയെ ആളുകളായിരിക്കും അല്ലേ? നിറയെ ആളുകൾ ഉണ്ടാവും. എല്ലാ റൂമിലും ലൈറ്റും ഫാനും ഇടും. മിക്കവാറും വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം കറണ്ട് ഒഴുകി വരും. അങ്ങനെ നമ്മൾ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. പെട്ടെന്ന് കറണ്ട് പോയപ്പം അയൽവക്കത്തൊക്കെ നോക്കി, അയൽവാസികളുടെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട്, പക്ഷെ നമ്മളെ വീട്ടിൽ കറണ്ടില്ല. എന്തായിരിക്കും കാരണം? കാരണം ഒന്നുകിൽ ബ്രേക്കർ താന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഫ്യൂസ് ഉരുകി പൊട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ആദ്യം പോയിട്ട് നമ്മൾ മെയിൻ സ്വിച്ച് വെച്ച ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു മെയിൻ ഫ്യൂസ് ഉണ്ട്. ഫ്യൂസ് ഊരി നോക്കിയപ്പോൾ അത് ആ മെയിൻ ഫ്യൂസിൻ്റെ ഫ്യൂസ് വയർ പൊട്ടിയിട്ടുണ്ട്, ഉരുകി പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ ചെയ്യുക, ഒരു കോപ്പർ വയർ എടുത്തിട്ട് അതിൽ നിന്നും അത് ചുരുട്ടി അത് ചേർത്ത് വെച്ചിട്ട് ഒരു ഫ്യൂസ് വയറായിട്ട് കെട്ടി നമ്മൾ ഫ്യൂസ് ഇടും. പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ എത്ര കറണ്ട് പോകാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ വീണ്ടും അത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഉരുകി പൊട്ടും. കാരണം അത്രയും ആംബിയർ, അത്രയും കറണ്ട് താങ്കളുടെ കഴിവ് നമ്മൾ കെട്ടിയ കോപ്പർ വയറിന് ഉണ്ടായില്ലെന്ന് വരും. അല്ലെങ്കിലോ അതിനേക്കാൾ കൂടുതൽ കറണ്ട്, അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ കറണ്ട് പാസ് ചെയ്യാൻ അതിന് കഴിഞ്ഞെന്ന് വരും. അതും അപകടമായിരിക്കും. അപ്പം നമ്മൾക്ക് ഇത് അറിയില്ല എത്ര കറണ്ട് കോപ്പർ വയറിലൂടെ കടത്തിവിടാൻ കഴിയും. ഈ കോപ്പർ വയർ കെട്ടാൻ പറ്റുമോ പറ്റില്ലേ? അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കടയിൽ പോകണം. കടയിൽ പോയിട്ട് നമ്മൾ ചോദിച്ചു വാങ്ങണം ഫ്യൂസ് വയർ. അപ്പോൾ ഒരു ഫ്യൂസ് വയർ തരണം എന്ന് പറഞ്ഞ് കടയിൽ പോയി ചോദിച്ചാൽ കടക്കാരൻ എന്ത് ചെയ്യും? ഫ്യൂസ് വയർ തരുമോ? ഇല്ല. കടക്കാരൻ ഒരു ചോദ്യം ചോദിക്കും, എത്രേൻ്റെതാണ് വേണ്ടത്? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഫ്യൂസ് വയറിന് പാസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിൻ്റെ അളവിൻ്റെ ഒരു പരിധി ഉണ്ട്. ആ പരിധിക്ക് ആംബിയറേജ് എന്നാണ് പറയുക, ആംബിയറേജ്. അപ്പോൾ എത്ര ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ വേണമെന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം. എങ്ങനെ ആംബിയറേജ് കാണാം? ആംബിയറേജ് കാണാൻ വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. എന്താ വാട്ടേജ്, എന്താണ് വോൾട്ടേജ്, എന്താണ് ആംബിയറേജ്? നിങ്ങൾ നോക്കുക, പവർ കാണാനുള്ള സമവാക്യ ഇക്വേഷനാണ് P = V × I എന്ന് പറയുന്നത്. വോൾട്ടേജും കറണ്ടും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് പവർ. ഇത് പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്, WATT, വാട്ട്. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. I എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത, അതിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. അപ്പോൾ വാട്ട് ഈസ് ഈക്വൽ ടു വോൾട്ട് ഇൻറ്റു ആംബിയർ ആണ്. ആംബിയറും വോൾട്ടും തമ്മിൽ ഗുണിച്ചാൽ വാട്ട് കിട്ടും. അപ്പോൾ വാട്ട് വിൽ ബി ആംബിയർ? ആംബിയർ എങ്ങനെ കാണുക? I എങ്ങനെ കാണുക? നോക്കൂ, ഈ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? P = V × I ആണെങ്കിൽ I = P/V
വി. ദാറ്റ് മീൻസ് പവറിനെ വോൾട്ടേജ് കൊണ്ട് ഹരിക്കണം. പവർ എന്ന് പറഞ്ഞാൽ വാട്ടാണ്. വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ട്, അഥവാ ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംബിയറേജ് ഈസ് ഈക്വൽ ടു wattage by voltage. ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് കാണണം. നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക, നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാ ഉപകരണങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ ഉപകരണത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതണം. ഓരോ ഉപകരണത്തിൻ്റെയും പവർ എത്ര വാട്ടാന്ന് അതിൽ എഴുതുക. എന്നിട്ട് എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പം ടോട്ടൽ എത്ര വാട്ട്, എത്ര പവറാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അതാണ് വാട്ടേജ് എന്ന് പറയുന്നത്. ഓരോ ഉപകരണത്തിൻ്റെയും പവറിൻ്റെ തുക വാട്ടേജ്. ആ വാട്ടേജിനെ വോൾട്ടേജ് കൊണ്ടായിരിക്കുക. വോൾട്ടേജ് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് അത് 230 വോൾട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വീട്ടിൽ 3 ബൾബ് ഉപയോഗിക്കുന്നുണ്ട്. 3 ബൾബ് ഉപയോഗിക്കുന്നുണ്ട്. 100 വാട്ടിൻ്റെ 2 ബൾബ്, പിന്നെ ഒരു 50 വാട്ടിൻ്റെ 50 വാട്ടാക്കേണ്ട ഒരു 20 വാട്ടിൻ്റെ 2 CFL, ഒരു 8 വാട്ടിൻ്റെ 2 LED, ഒരു 50 വാട്ടിൻ്റെ 3 ഫാന്, ഒരു 800 വാട്ടിൻ്റെ ഒരു ഇസ്തിരിപ്പെട്ടി, ഒരു അയൺ ബോക്സ്. തൽക്കാലം എത്ര മതി. ഇത്രയും ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം 100 വാട്ടിൻ്റെ 2 ബൾബ്, ടോട്ടൽ പവർ 2 × 100 200 വാട്ട്. CFL ഒരു CFLൻ്റെ പവർ 20 വാട്ട്, അങ്ങനത്തെ 2 എണ്ണം. അപ്പം ടോട്ടൽ പവർ 40 വാട്ട്. 2 LED, ഒരു LED 8 വാട്ട്. അപ്പം 2 LED 16 വാട്ട്, 16 വാട്ട്. ഒരു ഫാൻ 50 വാട്ട്, അങ്ങനത്തെ 3 ഫാന് 350 150 വാട്ട്. പിന്നെ ഒരു അയൺ ബോക്സിൻ്റെ പവർ 800 വാട്ട്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഉപകരണങ്ങളുടെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആഡ് ചെയ്താൽ കിട്ടും 6 4 5 10 1206 വാട്ട്. ദാറ്റ് ഈസ് വാട്ടേജ്. ഇനി നമ്മൾ വോൾട്ടേജ്. അപ്പം വാട്ടേജ് ഈസ് ഈക്വൽ ടു 1206 വാട്ട്. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 250 ആക്കാം നമുക്ക്, 250 വോൾട്ട്. Then amperage is equal to wattage by voltage. Wattage by voltage is equal to 1206 divided by 250 is equal to 4 something. അപ്പോൾ നമുക്ക് 4 പോയിന്റ് സംതിങ് 4 ആംബിയറേജ് 4.200 ആണ്. 200 പോകില്ല. അപ്പോൾ അങ്ങനെ 0.9 ഒക്കെ വരും. യെസ്. അപ്പോൾ 4.09 ആംബിയറേജ് 4.09 ആംബിയറേജ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ 1200 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1200 ആവേണ്ട 1000 ആണ് വാട്ടേജ് എന്ന് വിചാരിക്കുക. നമ്മളിത് ആഡ് ചെയ്തപ്പോൾ 1000 വാട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1000ന് 250 അപ്പം 4 ആംബിയറേജ്. അപ്പോൾ ആംബിയറേജ് എത്രയായിരിക്കും? 4.
അപ്പം ടോട്ടൽ 1000 വാട്ടിൻ്റെ ഉപകരണങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആംബിയറേജ് ഏകദേശം 4 ആണ്. ആംബിയറേജ് ഈസ് ഈക്വൽ ടു 4 ആംബിയർ. അപ്പോൾ കടയിൽ പോയിട്ട് നമ്മൾ എന്ത് വാങ്ങണം? ആംബിയറേജ് 4 വയറുണ്ടോ എന്ന് ചോദിക്കണം. 4 കുറയാൻ പറ്റുമോ? 4 കുറഞ്ഞാലുള്ള കുഴപ്പമെന്താ? 4 കുറവ്, ആംബിയറേജ് 4 കുറവുള്ള വയറ് വാങ്ങി നമ്മൾ കെട്ടിയാൽ ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് വീട്ടിലെല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പം 4 ആംബിയർ കറണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരും. പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വയർ 4 ആംബിയറേജ് 4 കുറവാണ്. അപ്പോൾ അതിന് കൂടെ 4 ആംബിയർ കറണ്ട് ഒഴുകിയാൽ അത് ഹീറ്റായി ഉരുകി പൊട്ടും, കറണ്ട് നിൽക്കില്ല, കട്ടാവും. ഇനി ആംബിയറേജ് 4ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒരു ആംബിയറേജ് 6 ആംബിയറേജുള്ള വയർ ഉപയോഗിക്കാൻ പറ്റുമോ? 4 കൂടുതൽ അല്ലെ 5 ആംബിയറേജുള്ള വയർ ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ ഉപയോഗിച്ച? പറ്റില്ല. ആംബിയറേജ് 6 ഫ്യൂസ് വയർ നമ്മൾ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ബൈ ചാൻസ് എന്തെങ്കിലും അപകടം പറ്റി ന്യൂട്രൽ ലൈനും ഫേസ് ലൈനും തമ്മിൽ കൂട്ടിമുട്ടി കൂടുതൽ ആംബിയർ കറണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ, 4 കൂടുതൽ ആംബിയർ കയറിയാലും ഫ്യൂസ് വയർ ഉരുകി പൊട്ടൂല. ആ ഫ്യൂസ് വയർ ഉരുകി പൊട്ടണമെങ്കിൽ 6 ആംബിയറിൽ കൂടുതൽ കറണ്ട് ഒഴുകണം. അപ്പം 4 കൂടുതൽ ആംബിയർ കറണ്ട് ആയിക്കൂടെ പോയാലും ഫ്യൂസ് വയർ ഉരുകി പൊട്ടൂല. അപ്പോൾ 5 ആംബിയർ കറണ്ട് ആയിക്കൂടെ ഒഴുകിയെന്ന് വിചാരിക്കുക. ആ 5 ആംബിയർ കറണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി വരും, ഫ്യൂസ് വയർ ഉരുകി പൊട്ടില്ല. വീട്ടിൻ്റെ ഉള്ളിൽ ഓരോ ഉപകരണത്തിലേക്കും കൂടുതൽ കറണ്ട് ഒഴുകിയെത്തും, ഉപകരണം കേടുവരും, അടിച്ചു പോകും. അപ്പോൾ ഫ്യൂസ് വയർ നമുക്കാവശ്യമുള്ള ആംബിയറേജ് കണക്ക് കൂട്ടി ആ അളവിൽ ഉള്ള ആംബിയറേജുള്ള ഫ്യൂസ് വയർ വാങ്ങി നമ്മൾ കെട്ടണം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ആംബിയറേജുള്ള ഫ്യൂസ് വയറുകളുടെ ലിസ്റ്റ് അത് നോക്കണം നമ്മൾ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഒരു പോയിൻ്റ് സംതിങ് ചെറിയ എറർ ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൂടുതൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ആ ഫ്യൂസ് വയർ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഫ്യൂസ് വയർ ഉപയോഗിക്കുമ്പോൾ ആംബിയറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആംബിയറേജ് എത്രയാണെന്ന് കണക്കാക്കി അത്രയും ആംബിയർ കറണ്ട് താങ്ങാൻ പറ്റുന്ന ഫ്യൂസ് വയർ വാങ്ങിക്കൊണ്ടുവന്ന് മെയിൻ ഫ്യൂസിൽ നമ്മൾ കെട്ടണം. ഇനി നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിലുള്ള കുറേ ചെറിയ ചെറിയ ഫ്യൂസുകൾ വേറെ ഉണ്ടാവും. ഓരോന്നും വീടിൻ്റെ ഉള്ളിൽ ഓരോ സെക്ഷനിലേക്ക് പോകുന്ന സെക്ഷണൽ ഫ്യൂസ് എന്ന് അതിന് പറയാം. ഇപ്പം നമ്മൾ ഒരു സെക്ഷനിലേക്ക് പോകുന്ന കറണ്ടായിരിക്കും അതിൽ കൂടെ പോവാം. അപ്പം ആ സെക്ഷനിൽ എത്ര പവറുള്ള ഉപകരണങ്ങളുണ്ട്? വാഷിംഗ് മെഷീൻ ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കും, ഫ്രിഡ്ജ് ആ ഭാഗത്തായിരിക്കും, മിക്സി ഉപയോഗിക്കുന്നത് ആ ഭാഗത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും ആംബിയർ കറണ്ട് അങ്ങോട്ട് എത്തക്കത്ത രീതിയിലുള്ള ഫ്യൂസ് വയർ നമ്മൾ ഉപയോഗിക്കണം ആ സെക്ഷൻ ഫ്യൂസിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്യൂസ് വയർ വാങ്ങുന്നത് ഫ്യൂസ് വയർ എത്ര ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ വേണം എന്ന് തീരുമാനിക്കണം, അതിനനുസരിച്ച് വാങ്ങണം. എങ്ങനെയാണ് ആംബിയറേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം. ഇതാണ് ഫ്യൂസ് വയർ. അപ്പോൾ സുരക്ഷാ ഫ്യൂസ്, ഇസ്തിരിപ്പെട്ടി, ഇതാണ് താപഫലത്തിന് 2 ഉദാഹരണങ്ങൾ. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ആംബിയറേജ് മറക്കരുത്. ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. ഇതാണ് താപഫലവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അവസാനമായിട്ട് പറയാനുള്ളത്, വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തിൽ 2 ഉപകരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് അയൺ ബോക്സ് ഇസ്തിരിപ്പെട്ടിയാണ്. ഇസ്തിരിപ്പെട്ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിക്രോം വയറാണ്. നിക്രോം വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അയൺ, നിക്കൽ, ക്രോമിയം എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ അലോയാണ് നിക്രോം വയർ. കാർബണൊക്കെ ഉണ്ടാവും അതിൽ കുറഞ്ഞ അളവിൽ. അതുപോലെ തന്നെ മാംഗനീസ് ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മെറ്റൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം: നിക്കൽ, ക്രോമിയം, അയൺ. മാംഗനീസ് ഉണ്ടാവും,
കാർബണും അതിൽ കുറഞ്ഞ അളവിലുണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നിക്രോം വയറാണ്. ഉയർന്ന പ്രതിരോധം, ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇസ്തിരിപ്പെട്ടിയിൽ ഒരു ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുരക്ഷാ ഫ്യൂസിനെ പറ്റിയാണ് പറഞ്ഞത്. സുരക്ഷാ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ നിർമ്മിക്കുന്നത് ടിന്നും ലെഡ് ഉപയോഗിച്ചാണ്. ടിന്നും ലെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ അലോയാണ്. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിന്നും ലെഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ലോഹ സങ്കരമാണ് ഫ്യൂസ് വയർ. അതിന് ദ്രവണാങ്കം കുറവാണ്. ഉയർന്ന അളവിൽ കറണ്ട് അതിൽ കൂടെ കടന്നു പോയാൽ അത് ചൂടാവുകയും ചൂടായിട്ട് അത് ഉരുകി പൊട്ടുകയും ഇറ്റ് വിൽ ഗെറ്റ് മെൽറ്റഡ്. വെൻ ഹൈ കറണ്ട് ഈസ് പാസിങ് ത്രൂ ഇറ്റ്, it will get heated and it will melt, break the wire, then the current will cut off. അപ്പോൾ കറണ്ട് കട്ടാക്കാൻ അത് ഉപയോഗിക്കും, അപകടം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ദാറ്റ് ഈസ് വൈ വി ആർ കാൾഡ് ഇറ്റ് എ സേഫ്റ്റി ഫ്യൂസ്. പിന്നെ ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് കാണണം. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ഉപകരണങ്ങളുടെയും ആംബിയർ വാട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ ആഡ് ചെയ്യണം. അങ്ങനെ മൊത്തം വാട്ട് പവർ കൂട്ടിയിട്ട് അതാണ് വാട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ വോൾട്ടതയാണ്. അത് 230 വോൾട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന, നമ്മൾ സാധാരണ ഇപ്പോൾ വരുന്ന കറണ്ടിൻ്റെ 230 വോൾട്ടാണ്. പിന്നെ വാട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുക. വാട്ടേജിനെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആംബിയറേജ്. അപ്പോൾ ആംബിയറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്യൂസ് വയർ വാങ്ങാൻ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് താപഫലമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി താപഫലമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്ത് നോക്കാണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. കാരണം ബെല്ലൈക്കൺ അമർത്തിയെങ്കിലേ അടുത്ത നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്.